സോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ആദ്യമേ തന്നെ പറയാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ സർഫസ് ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സർഫസ് ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെ കയ്യിൽ ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് ഇരിപ്പുണ്ട്. ഇവിടുന്ന് 6 സെൻറ്റിമീറ്റർ അകലെ ഉള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ചെയ്യുന്ന 6 ഡിസ്റ്റൻസ് ഒരു എക്സാമ്പിളായിട്ട് കരുതിയാൽ മതി. ഉള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് KQ/R. ഡയറക്ഷനില്ല, മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ. ദിസ് മച്ച് എനർജി അല്ലേ. എനർജി എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഇല്ല. ഇവിടെ ഒരു 1 കൂളം ചാർജ് ഉണ്ടെങ്കിൽ അതിന് ഇത്രയും എനർജി കാണും. ഞാൻ വേറൊരു പോയിന്റ് എടുക്കുകയാണ്. 6 ഡിസ്റ്റൻസ് അകലെ തന്നെയാണ്. ഇവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്രയാണ്? ക്യൂ ചാർജ് 6 ഡിസ്റ്റൻസ്, ഇവിടെയും KQ/R തന്നെ. ഡിസ്റ്റൻസ് R തന്നെയാണല്ലോ, KQ/R തന്നെയാണ്. ഇനി ഇവിടെയാണെങ്കിലോ ഞാനൊരു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐഡിയ തരുമ്പോൾ മനസ്സിലാവുള്ളൂ. 6 ഡിസ്റ്റൻസ് അകലെയുള്ള വേറൊരു പോയിന്റ് എടുക്കാം. ഇവിടെയുള്ള പൊട്ടൻഷ്യലോ ക്യൂ ചാർജ് കാരണം 6 ഡിസ്റ്റൻസ് അകലെ പൊട്ടൻഷ്യൽ KQ/R തന്നെ. അപ്പോൾ എന്താണ് എൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണോ അത്രയും തന്നെ പൊട്ടൻഷ്യൽ ഇവിടെയുണ്ട്, അത് തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ സെയിം പൊട്ടൻഷ്യൽ ആവുന്ന പോയിന്റുകൾ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. സെയിം പൊട്ടൻഷ്യൽ വരുന്ന പോയിന്റുകളെല്ലാം ഞാൻ മാർക്ക് ചെയ്യുകയാണ്. സെയിം പൊട്ടൻഷ്യൽ വരുന്ന പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണിച്ചിരിക്കുന്ന പോയിന്റിലെല്ലാം സെയിം പൊട്ടൻഷ്യലാണ്. കാരണം ഈ പോയിന്റ് എല്ലാം 6 ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യലാണ്, KQ/R. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എ പോയിന്റ് ചാർജ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി എ സ്പിയർ. അതൊരു സ്പിയറാണ്. കാരണം ഈ സ്പിയറിനകത്ത് ഏത് പോയിന്റ് എടുത്താലും ക്യൂയിന്ന് ഉള്ള ഡിസ്റ്റൻസ് 6 ആണ്. അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും ഈ സർഫസിലുള്ള ഈ സ്പെറിക്കൽ സർഫസിലുള്ള എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ KQ/R ആണ്. ഇതേപോലെ വേറെ പൊട്ടൻഷ്യലുള്ള വേറെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് സെയിം പൊട്ടൻഷ്യലുള്ള വേറെയും പോയിന്റുകളുണ്ടാവും. വേറൊരു സ്പിയർ, ഈ സ്പിയറിനകത്തുള്ള ഏത് പോയിന്റ് എടുത്താലും ഒരേ പൊട്ടൻഷ്യലാണ്. കാരണം ക്യൂയിന്ന് ഒരേ ഡിസ്റ്റൻസ് അകലെയാണ്. ക്യൂയിന്ന് ഒരേ ഡിസ്റ്റൻസ് അകലെയാവുമ്പോൾ ഇതിനകത്തുള്ള ഏത് പോയിന്റ് എടുത്താലും ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇതേപോലെ കുറേ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഉണ്ടാവും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സർഫസ് അറ്റ് വിച്ച് ദ പൊട്ടൻഷ്യലി സെയിം. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇതേപോലെ കോൺസെൻട്രിക് സ്പിയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു ഗിവൺ സ്പിയറിനകത്ത് എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യലാണ്. അടുത്ത സ്പിയറിൽ വേറൊരു പൊട്ടൻഷ്യലാണ്, പക്ഷേ ആ സ്പിയറിനകത്തുള്ള എല്ലാ പോയിന്റിലും ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഓരോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഹാവിങ് ഇറ്റ് ഈസ് ദ സർഫസ് ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ. ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒരു സ്പിയറാണ്, കോൺസെൻട്രിക് സ്പിയേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കണ്ടില്ലേ. ഒരു പോയിന്റ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി കോൺസെൻട്രിക് സ്പിയേഴ്സ്. ആ ഒരു പർട്ടിക്കുലർ സ്പിയറിനകത്തുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ എല്ലാം പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇത് വരയ്ക്കാനേ ചോദിക്കുള്ളൂ. ഡെഫിനിഷൻ ചോദിച്ചാൽ സർഫസ് ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ, ഇത് വരയ്ക്കാനേ ചോദിക്കുള്ളൂ. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ അത് സർഫസാണ്, ഹാവിങ് സെയിം പൊട്ടൻഷ്യൽ. ഇപ്പോൾ പോയിന്റ് ചാർജ് കാരണം ഉള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ കുറേ സർക്കിളുകൾ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ,
Next is equipotential surface due to uniform charge. The second one നോക്കിയേ, equipotential surface using equipotential surface for a uniform electric field. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ റീജിയനിൽ എവിടെ 1 കൂളം ചാർജ് വെച്ചാലും ഒരേ ഫോഴ്സിലാണ് അതിൽ ആക്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു റീജിയനിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണെന്ന് പറഞ്ഞാൽ ഈ റീജിയനിൽ എവിടെ 1 കൂളം ചാർജ് വെച്ചാലും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സെയിമാണ്. ഇങ്ങനെയാണ് ഡയഗ്രാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അവിടെ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. എന്നാലും ഞാനിവിടെ നിന്ന് വരച്ചേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്ലെയിൻ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി എ പ്ലെയിൻ സർഫസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണുള്ളതെങ്കിൽ അവിടെ വരുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്തായിരിക്കും? ഒരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്ലെയിൻ സർഫസ് ആയിരിക്കും. അത്രയും പറഞ്ഞാൽ പോരാ, പെർപെൻഡിക്കുലർ ടു ഇക്ക് പെർപെൻഡിക്കുലറായിട്ട് വരുള്ളൂ. അതൊരു പ്രോപ്പർട്ടിയാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലറാണ്. ആദ്യത്തെ കേസ് നോക്കിയേ, നമുക്ക് പഠിച്ചിട്ടുണ്ട് ഈ ക്യൂ കാരനുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചിട്ടുള്ളതല്ലേ, ഇത് ഇങ്ങനെയല്ലേ? ക്യൂ കാരനുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി ഓൾവേസ്, എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തോ, അതൊരു പ്രോപ്പർട്ടിയാണ്. കണ്ടില്ലേ, എവിടെയും ചെക്ക് ചെയ്താലും മനസ്സിലാവും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി എ സർഫസ് വിച്ച് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ വരയ്ക്കുമ്പോൾ കണ്ടില്ലേ, ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസ് വരയ്ക്കാൻ പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി എ പ്ലെയിൻ സർഫസ് പെർപെൻഡിക്കുലർ ടു അപ്പോൾ ഇത് വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതായത് ഈ ഷീറ്റിനകത്ത് എവിടെ ഏത് പോയിന്റ് എടുത്താലും അവിടെ എല്ലാം ഒരേ പൊട്ടൻഷ്യലാണ്. ഇവിടെ ഏത് പോയിന്റ് എടുത്താലും എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പം ഇങ്ങനെ കുറേ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി എ പ്ലെയിൻ സർഫസ് പെർപെൻഡിക്കുലർ ടു ആണ്. പെർപെൻഡിക്കുലർ ടു ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ആണ്. എപ്പോഴും അങ്ങനെ വരുള്ളൂ. ഇത് വരയ്ക്കാനാണ് വരുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയാനായിട്ട് 2 പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞുതരാം. ഇത് വരച്ച് കഴിഞ്ഞിട്ട് ഇത് വരയ്ക്കാനാണ് മെയിനായിട്ട് വരുന്നത്. ഇത് ഇനിയുള്ളത് എങ്ങനെയാണ് വന്നതെന്നൊന്നും പറയില്ല കേട്ടോ. ഈ ഡയഗ്രാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു പോയത്, അതൊന്നും നമുക്ക് വേണ്ട, ആവശ്യമില്ല. നെക്സ്റ്റ് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ ഡൈപോൾ ആണ്. ഇത് ഫിഗർ ഇവിടെ കണ്ടില്ല, ദിസ് ഈസ് ഡൈപോൾ. ഇവിടെ എഴുതി വെക്കാം അല്ലേ, ദിസ് ഈസ് ദ ഡൈപോൾ. ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസ്സും ഒരു മൈനസും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് സെയിം ആണ്, സൈൻ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. ഒരു ഡൈപോൾ ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ കുറേ സ്പിയേഴ്സ് വരയ്ക്കുക. ഇതുപോലെ വരച്ചാൽ മതി, വേറൊന്നുമില്ല. ഓക്കെ, ഇതേപോലെ വരയ്ക്കുക, അത്രേ ഉള്ളൂ. ഇത് അതേപോലെ തന്നെ വരയ്ക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയായി മാറിയത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. അപ്പോൾ ഓരോ പർട്ടിക്കുലർ സ്പിയറിനകത്തുള്ള ഏത് പോയിന്റ് എടുത്താലും, ഒരു പർട്ടിക്കുലർ സ്പിയറിനകത്തുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ എല്ലാം ഒരേ പൊട്ടൻഷ്യലാണ്. ഇൻ എ ഗിവൺ സ്പിയർ, ഇൻ എ ഗിവൺ സർഫസ്, the potential will be same. ഇത് ഡൈപോൾ. 2 ഐഡൻറ്റിക്കൽ പോസിറ്റീവ് ചാർജസ്, അതായത് പ്ലസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ. ക്ലിയർ? പ്ലസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ. 2 ഐഡൻറ്റിക്കൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ ഉള്ള പോലെ തന്നെ കുറേ കോൺസെൻട്രിക് ആയിട്ട് സ്പിയേഴ്സ് വരയ്ക്കുമ്പോൾ ഇവിടെ സ്വല്പം അറിയാമല്ലോ, ഗ്യാപ്പ് കൂടുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഇങ്ങോട്ട് മിഡിലോട്ട് പോകും തോറും സ്വല്പം ഗ്യാപ്പ് കൂടുന്ന രീതിയിലുള്ള സ്പിയേഴ്സ് വരയ്ക്കുക, സർക്കിൾസ് വരയ്ക്കുക. കഴിഞ്ഞിട്ടില്ല.
രണ്ടിനെയും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ ഇത് എങ്ങനെ ഒരു ക്ലോസ്ഡ് ഫിഗറും കൂടി വരയ്ക്കുക. ഇത് വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഈ കാണിച്ചിരിക്കുന്ന വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇത് പ്ലസ് ക്യൂ പ്ലസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഡൈപോള്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ രണ്ട് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് is always perpendicular to E. പിന്നെ വേറൊരു പ്രോപ്പർട്ടി പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ഡൺ. വല്ല ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ആവശ്യം വരും. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് from one point to another point along equipotential surface. To another point on an equipotential surface. Point on an equipotential surface is 0. വർക്ക് ചെയ്യണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്ക്, ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്, ഇവിടെയുള്ള ചാർജിന് എനിക്ക് ഇവിടെ എത്തിക്കണം ബൈ യൂസിങ് സം ഫോഴ്സ്. ഇവിടെ ഇരിക്കുന്ന ആ ചാർജിന് എനിക്ക് ഇവിടം വരെ എത്തിക്കണം. അതിന് ഞാൻ ചെയ്യേണ്ട വർക്ക് 0 കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ പൊട്ടൻഷ്യലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തിക്കാനായിട്ട് യാതൊരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓൺ എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് 0. അതുപോലെ ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്, നമുക്ക് ഇങ്ങോട്ട് എത്തിക്കണം. യാതൊരുവിധ വർക്കിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ടൊരു തട്ട് കൊടുത്താൽ ഇതിവിടെ എത്തിക്കോളും. ആ രീതിയിൽ കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. പ്രോപ്പർട്ടിയാണ്, അത് എഴുതാനിരിക്കുകയായിരുന്നു. അപ്പോൾ തേർഡ് പ്രോപ്പർട്ടി, ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നെവർ ഇൻ്റർസെക്റ്റ്. ഇതൊരു അപ്രോക്സിമേഷനാണ് കേട്ടോ, ഇത് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ. ടു ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഇതാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ. Two equipotential surfaces never intersect. Two equipotential surfaces never intersect. Okay. It is electric potential due to a dipole. Electric potential due to a derivation വരുന്നുണ്ട്. Okay. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. നമ്മൾ പോയിന്റ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ നമുക്കറിയാം. ക്യൂ എന്ന് പറഞ്ഞ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്കറിയാം, KQ/R. ഞാൻ പറയാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എൻ ഇലക്ട്രിക് ഡൈപോൾ ആണ്. കുറച്ച് മാത്തമാറ്റിക്സ് വരുന്നുണ്ട് കേട്ടോ, ചെറിയ മാത്തമാറ്റിക്സ് വരും, 2 സ്റ്റെപ്പ്. അത് ബൈ ഹാർട്ട് പോലെ പോകേണ്ടി വരും. ഒരു ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡെറിവേഷൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ അടുത്ത ഞാൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എൻ ഇലക്ട്രിക് ഡൈപോൾ. ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. One is say minus Q, other one is plus Q. Two equal and opposite charges separated by a very small distance. ഡൈപോൾ നമ്മൾ പഠിച്ചതാണ്, ഞാനത് രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ഈ ഡൈപോളിൻ്റെ സെൻറ്റർ, മിഡിൽ പോയിന്റ് നമ്മളെപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് O എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. ഡൈപോളിൻ്റെ മിഡിൽ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് മിഡിൽ പോയിന്റിൽ നിന്നായിരിക്കും. അതായത് ഇവിടെ ഒരാളിരിപ്പുണ്ട്, ഇയാൾ ഡൈപോളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മിഡിലിൽ നിന്നുള്ള ഡിസ്റ്റൻസേ പറയുള്ളൂ.
അപ്പോൾ ഡൈപോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മിഡിലിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ സൈഡിൽ നിന്നൊന്നല്ല എടുക്കുന്നത്. അപ്പോൾ മിഡിൽ പോയിന്റ് ഓഫ് ദ ഡൈപോൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മെഷറിങ് ഡിസ്റ്റൻസ്. പിന്നെ ഈ മിഡിലിൽ നിന്ന് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. നമുക്കറിയാം അത് മിഡിലിൽ നിന്ന് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്. അപ്പോൾ മറ്റേ എൻഡിലോട്ടും എ ആണ്. അങ്ങനെയാണ് ഒരു ഡൈപോളിൻ്റെ ലെങ്ത് നമ്മൾ 2a ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈപോളിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെ, ഈ ഡൈപോളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ? 6 ഡിസ്റ്റൻസ് അകലെ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവും? 6 ഡിസ്റ്റൻസ് ഈ ഡൈപോളിൽ നിന്ന് എന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെ ഒരു 1c ഉണ്ട്, യൂണിറ്റ് ചാർജ് ഉണ്ട്. അതിനെന്ത് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും? അതാണല്ലോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം. അതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. 6 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിലും വരാം. അപ്പോൾ ആംഗിളും കൂടി നമ്മൾ തന്നിട്ടുണ്ട്. ഈ ഡൈപോൾ ഉണ്ടാക്കുന്ന ആംഗിൾ, ഡൈപോളായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. നമുക്ക് 6 അറിയാം, തീറ്റ അറിയാം. അല്ലാതെ 6 മാത്രം കിട്ടിയ ഡയറക്ഷൻ കിട്ടില്ലല്ലോ. അപ്പോൾ ഡൈപോളിൽ നിന്ന് 6 മീറ്റർ അകലെ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ടാവും? മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഡൈപോൾ. അതാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ലെങ്തി ഡെറിവേഷനാണ്. ചോദിക്കും എക്സാമിന്, മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ട്, അതാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ലൈൻ വരയ്ക്കാൻ പോവാണ്. ഇങ്ങനെ ഒരു ഡോട്ട് ലൈൻ നമുക്ക് ഉണ്ടാക്കാം. കൺസിഡർ ചെയ്യുക, ഡെറിവേഷൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഒരു ഡോട്ട് ലൈൻ വരച്ചു. അതുപോലെ ഇങ്ങനെ നമുക്ക് ആ ഡോട്ട് ലൈനൊന്നും തന്നിട്ടുണ്ടാവില്ല. നമ്മൾ ഡെറിവേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ആ ഡിസ്റ്റൻസുകൾ അസ്യൂം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ ഡിസ്റ്റൻസിന് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു ഡിസ്റ്റൻസ് അസ്യൂം ചെയ്തിട്ടുണ്ടല്ലോ, ആ ഡിസ്റ്റൻസിന് ഞാൻ എന്തെങ്കിലും ഒരു പേര് കൊടുത്തോട്ടെ. R1 ഇരിക്കട്ടെ. R1 നമുക്ക് തന്നിട്ടുണ്ടാവില്ല, നമ്മൾ തൽക്കാലത്തേക്ക് അസ്യൂം ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഡോട്ട് ലൈൻ, ഈ ഡിസ്റ്റൻസ് നമ്മൾ വെറുതെ അസ്യൂം ചെയ്തതാണ്. നമ്മൾ ആ ഡിസ്റ്റൻസിനെ R2 എന്ന് ഡിനോട്ട് ചെയ്യാം. നമുക്ക് 6 തന്നിട്ടുണ്ടാവുള്ളൂ, 6ഉം തീറ്റയെ തന്നിട്ടുണ്ടാവുള്ളൂ. R1ഉം R2ഉം നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്തെന്ന് മാത്രം. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സോ നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം അല്ലേ? നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് നമ്മൾ പഠിച്ചതാണ്. ഈ പോയിന്റ് എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ്, ഇതുമല്ല എന്തെങ്കിലും ഒരു പേര് പറയാം. ഇത് A എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് B എന്ന് പറഞ്ഞ പോയിന്റ്, ഇതുമല്ല C എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ സിയിലുള്ള പൊട്ടൻഷ്യലാണ് അറിയേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് C. പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് R മീറ്റർ എവേ. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് ആയി. അപ്പോൾ ഈ C എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ പ്ലസ് ക്യൂ കാരനുള്ള പൊട്ടൻഷ്യൽ, ആ പ്ലസ് ക്യൂ കാരനുള്ള പൊട്ടൻഷ്യൽ പ്ലസ് മൈനസ് ക്യൂ കാരനുള്ള പൊട്ടൻഷ്യൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്, കുറേ ചാർജസ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞാൽ ഓരോ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലുകൾ ആഡ് ചെയ്യാം. അപ്പോൾ പ്ലസ് ക്യൂ കാരണമുള്ള ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ പ്ലസ്, മൈനസ് ക്യൂ കാരണം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, ഇത് രണ്ടും ആഡ് ചെയ്യണം. സോ വി ഓഫ് പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂ കാരണം അവിടെ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ട്? പ്ലസ് ക്യൂ കാരണം അവിടെ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ട്? ഈ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ആൾ അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ, ഈ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് R1 ഡിസ്റ്റൻസ് അകലെയാണ് ഈ പോയിന്റ് ഇരിക്കുന്നത്. പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജിൽ നിന്ന് R1 ഡിസ്റ്റൻസ് അകലെയാണ് നമുക്ക് വേണ്ട പൊട്ടൻഷ്യൽ കാണേണ്ടത്. അപ്പോൾ പ്ലസ് ക്യൂ കാരണം R1 ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ നമുക്കറിയാം ഫോർമുല K ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ R1. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് KQ/R. അപ്പോൾ ക്യൂ കാരണം R1 ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ KQ/R1. ഇനി മൈനസ് ക്യൂ കാരണമുള്ള പൊട്ടൻഷ്യൽ ഇനി ആരാണുള്ളത്? ഈ മൈനസ് ക്യൂ കാരണം അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് R2 മീറ്റർ എവേ. മൈനസ് ക്യൂയിൽ നിന്ന് R2 മീറ്റർ അകലെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ KQ/R എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കുമ്പോൾ
കെ ഇൻറ്റു മൈനസ് ക്യൂ. ചാർജിൻ്റെ സൈൻ മറന്നു പോകരുത്. കെ ക്യൂ ബൈ ആറ്. കെ ഇൻറ്റു മൈനസ് ക്യൂ ബൈ ആറ്. ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ R2 ആണ്. അപ്പം ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇവിടെ കെ ക്യൂ ബൈ R1 മൈനസ് കെ ക്യൂ ബൈ R2. കെ ക്യൂ കോമൺ ആണ്. കെ ക്യൂ ഇത് രണ്ടിലും കോമൺ ആണ്. കണ്ടില്ലേ? കെ ക്യൂ കോമൺ ആയിട്ട് എടുക്കാം. കെനെ വേണമെങ്കിൽ 1/4πε0 എന്ന് എഴുതാം. 1/R1 മൈനസ് 1/R2 ഇങ്ങനെ എഴുതാം. R1 R2 എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കെ ക്യൂ ഇൻറ്റു ഇത് മൈനസ് ചെയ്യണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി മൈനസ് ചെയ്യാം. 1 ഇൻറ്റു R2 ആദ്യം ചെയ്യാം. 1 ഇൻറ്റു R2 R2, 1 ഇൻറ്റു R1 R1 ഡിവൈഡ് ബൈ R1 R2. ഇനി ഒരു രണ്ട് സ്റ്റെപ്പ് മാത്സ് ഉണ്ട്. അത് ബൈ ഹാർട്ടാക്കി വെക്കാം. ടെക്സ്റ്റ് ബുക്കിൽ അത് എങ്ങനെ വന്നതെന്നുള്ളതിൻ്റെ റീസൺ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞാലും മനസ്സിലാവുകയില്ല. ബിക്കോസ് പഴയ സിലബസിൽ NCERT 11th സ്റ്റാൻഡേർഡ് പഴയ സിലബസിൽ ഒരു ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഡിലീറ്റഡ് ആണ്. അതിപ്പോൾ നിലവിൽ സിലബസിലില്ല. അതുകൊണ്ട് അതുപയോഗിച്ചിട്ട് കിട്ടുന്ന ഒരു 2 മാത്തമാറ്റിക്കൽ ഫോർമുല ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വന്നതെന്നുള്ളത് അറിയണ്ട. തൽക്കാലം ഇവിടെ ഒരു ബൈ ഹാർട്ട് പോലെ കരുതാം. അത് പറയണമെങ്കിൽ ഞാൻ ബൈനോമിയൽ തിയറം എന്താണെന്ന് പറയണം. അതാണെങ്കിൽ നിലവിൽ സിലബസിലില്ലാത്ത മാത്സ് സിലബസിലില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിന് വേണ്ടി സമയം കളയുന്നില്ല. ഞാനൊരു 2 ഇക്വേഷൻസ് എഴുതും. അത് ബൈ ഹാർട്ടാക്കി വെക്കാം. R1ഉം R2ഉം കാണാനായിട്ടുള്ള ഫോർമുലയാണ്. അത് ജോമെട്രിയിൽ നിന്ന് കിട്ടുന്നതാണ്. ട്രിഗ്നോമെട്രി ഒക്കെ യൂസ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. ബൈനോമിയൽ തിയറവും യൂസ് ചെയ്യുന്നുണ്ട്, ട്രിഗ്നോമെട്രി യൂസ് ചെയ്യുന്നുണ്ട്. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഡിസ്റ്റൻസ് ആണ് എനിക്ക് അറിയേണ്ടത് അല്ലേ. അതൊരു ജോമെട്രിയിൽ ഉള്ള റിസൾട്ടായിട്ട് കരുതിയാൽ മതി. ഒരു ട്രയാങ്കിളിൻ്റെ ഇതെന്തെന്നത് മീഡിയൻ എന്ന് വിളിക്കാം അല്ലേ. നമുക്കിതിനെ മീഡിയൻ എന്ന് വിളിക്കാം. ഈ ഡോട്ട് ലൈൻ ഉൾപ്പെടെ ഇതൊരു ഫുള്ളൊരു ട്രയാങ്കിൾ അല്ലേ. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇതൊരു ഫുള്ളും ഒരു ട്രയാങ്കിളാണ്. ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയനാണ് ഈ R എന്ന് പറയുന്ന ആൾ. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മിഡിൽ പോയിന്റിലോട്ട് വരച്ചിരിക്കുക. ഈ R എന്ന് പറഞ്ഞാൽ മീഡിയനാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളുടെ മീഡിയൻ അറിയാം, ആ മീഡിയൻ ഉണ്ടാക്കുന്ന ആംഗിളും അറിയാം. ഒരു ട്രയാങ്കിളുടെ മീഡിയൻ അറിയാം, ആ മീഡിയൻ ഉണ്ടാക്കുന്ന ആംഗിൾ അറിയാമെങ്കിൽ മീഡിയൻ്റെ അപ്പുറം ഇപ്പുറമുള്ള സൈഡ് കാണാൻ പറ്റും. അത് ട്രിഗ്നോമെട്രിയുടെ ഉപയോഗിച്ചിട്ട് കിട്ടുന്നതാണ്. സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾ. അതെ, സൊല്യൂഷൻ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ പഴയ സിലബസിൽ മാത്സിലുണ്ടായിരുന്നതാണ്. പ്രൂഫ് പറയണില്ല. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻ അറിയാം R, മീഡിയൻ ഉണ്ടാക്കുന്ന ആംഗിളും അറിയാം എങ്കിൽ മീഡിയൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. വി ഹാവ് ആൻ അപ്രോക്സിമേറ്റ് ഫോർമുല. R1 കാണാനുള്ള ഫോർമുല അപ്രോക്സിമേഷൻ ആണ് കേട്ടോ. R1 കാണാനുള്ള ഫോർമുല R മൈനസ് A cos θ. തൽക്കാലം ഒന്ന് അത് ആ 2 സ്റ്റെപ്പ് മാത്രം ഒന്ന് ബൈ ഹാർട്ടാക്കി വെച്ചേര്. അതുപോലെ R2 മീഡിയൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള ആൾക്കാർ അല്ലേ. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വല്പം കൂടുതലാണെന്ന് കണ്ടാൽ അറിയാമല്ലോ. R1നേക്കാളും കൂടുതലാണ് R2 എന്ന് ഡയഗ്രം കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്ലസ് ആക്കാം, മാറിപ്പോവാതിരിക്കാൻ പറയാനാണ്. R1 കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് ഇവിടെ മൈനസ് എഴുതി. R2 സ്വല്പം കൂടുതലാണ്, അതുകൊണ്ട് പ്ലസ് എഴുതി. അങ്ങനെ മാറിപ്പോവില്ലല്ലോ. ഈ 2 കാര്യങ്ങൾ തൽക്കാലം ഒന്ന് അറിഞ്ഞിരിക്കാം. ഞാൻ 2 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. KQ ഇൻറ്റു R2 എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് പറഞ്ഞത്? R2 എന്ന് പറഞ്ഞാൽ R പ്ലസ് A cos θ അല്ലേ. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R പ്ലസ് A cos θ മൈനസ് R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R മൈനസ് A cos θ. R മൈനസ് A cos θ. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഡെറിവേഷനേ വരുള്ളൂ. താഴെ R1 ഇൻറ്റു R2. R1 എന്ന് പറഞ്ഞാൽ R മൈനസ് A cos θ ചെയ്യും. R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ R പ്ലസ് A cos θ. ഇങ്ങനെ വരും.
നമ്മളിതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് കെ ക്യു ഇൻറ്റു സ്റ്റെപ്പ് കുറയ്ക്കാൻ പറ്റും, എന്നാലേ എല്ലാ സ്റ്റെപ്പും എഴുതിയേക്കാം. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആർ പ്ലസ് എ കോസ് തീറ്റ, ഇവിടെ മൈനസ് ഉള്ളിലോട്ട് പോവാണേ. മൈനസ് ആറ് പ്ലസ് എ കോസ് തീറ്റ, മൈനസ് ആർ പ്ലസ് എ കോസ് തീറ്റ ഡിവൈഡ് ബൈ, ഇവിടെ താഴെയാണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം ആണെന്ന് കണ്ടാൽ അറിയാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണല്ലോ. ഇവിടെ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇങ്ങനെ വരും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വെട്ടിക്കളയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പ്ലസ് ആറും മൈനസ് ആറും വെട്ടിപ്പോവും. പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഈ ഡൈപോളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. ഇതാണ് ഡൈപോള്. ഈ പ്ലസ് ക്യൂനും മൈനസ് ക്യൂനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. ഇത് എന്താണ് 10⁻⁻10 ആ ലെവലിലാണ്. അതായത് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മോളിക്യുലർ ലെവലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആളാണ് ഡൈപോൾ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാവുന്നതല്ല. ഇപ്പോൾ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളാണത്. ഡൈപോൾ ഈസ് ആക്ച്വലി എ മോളിക്യൂൾ. അതിൽ ആ മോളിക്യൂളിൻ്റെ ഒരു എൻഡിൽ ചെറിയൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും മറ്റേ എൻഡിൽ ഒരു ചെറിയ നെഗറ്റീവ് ചാർജും. ഇപ്പോൾ ഡൈപോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് ഒരു മോളിക്യൂളിൻ്റെ സൈസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ എ എന്ന് പറഞ്ഞ ആൾ വളരെ ചെറുതാണ്. ഡൈപോൾ മോളിക്യൂളിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി ലെങ്ത്തേ ഉള്ളൂ എ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതാണ്. അപ്പോൾ എ സ്ക്വയർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റിനകത്ത് എഴുതാം, സിൻസ് എ ഈസ് വെരി വെരി സ്മോൾ എ സ്ക്വയർ അപ്രോക്സിമേറ്റ്ലി 0. നമ്മൾ എ സ്ക്വയർ 0 ആക്കി എടുക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ എ ചെറിയ നമ്പറാണ്. ഒരു ചെറിയ നമ്പറിൻ്റെ സ്ക്വയർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തൂടെ? ഇപ്പോൾ ഒരു ചെറിയ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കിയേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാം. ഇതൊക്കെ ഇത്രയും ചെറിയ നമ്പറൊക്കെ ആകുമ്പോൾ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്തൂടെ? അപ്പോൾ ഈ ചെറിയ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാക്കി പഠിക്കാം. സോ എ സ്ക്വയർ ഈസ് നെഗ്ലക്റ്റഡ് ഓർ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈസ് നെഗ്ലക്റ്റഡ്. അപ്പോൾ എന്ത് വരും? അപ്പോൾ കെ ക്യൂ മുകളിലൊരു എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ ഉണ്ട്. എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ 2a കോസ് തീറ്റ. താഴെ ആർ സ്ക്വയർ ഉണ്ട്. സോ പൊട്ടൻഷ്യൽ at a distance of r meter away from dipole. ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ സ്റ്റൈൽ എഴുതാണെങ്കിൽ കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ സ്റ്റൈലിൽ എഴുതാൻ വേണ്ടിയാണ്. കെനെ നമുക്ക് വേണമെങ്കിൽ 1/4πε0 എന്ന് എഴുതാം. കെ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. പിന്നെ ഇവിടെ ഈ പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ക്യൂ ഇൻറ്റു 2a ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്യൂ ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ ചാർജ് അറ്റ് 1 end ഇൻറ്റു ലെങ്ത് ഓഫ് ഡൈപോൾ. ക്യൂ ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ ചാർജ് അറ്റ് 1 end ഇൻറ്റു ലെങ്ത് ഓഫ് ഡൈപോൾ. നമ്മളതിനെ പറയുന്ന പേര് ഡൈപോൾ മൊമെൻ്റ് എന്നാണ്. നമ്മളത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ക്യൂ ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് ആണ്. നമ്മളതിനെ പി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്യുക. ക്യൂ ഇൻറ്റു ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെച്ചേക്കാം. നമ്മളത് പഠിച്ച കാര്യമാണ്, എന്നാലും ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇൻറ്റു 2a ആണ്. നമ്മളതിനെ പറയുന്ന പേര് ഡൈപോൾ മൊമെൻ്റ് എന്നാണ്. ഒരു ഡൈപോളിൻ്റെ സ്ട്രെങ്ത്ത്, ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇത് വെച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ at a distance of r meter from the dipole making an angle theta will be 1/4πε0
P cos theta by r square. Okay. Next topic is electric potential energy. Electric potential energy of system of charges. System of charges. ഇങ്ങനെയാണ് ഹെഡിങ് കേട്ടോ. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കില്ല, ചോദിക്കാൻ സാധ്യതയുള്ള ഡെറിവേഷൻസേ പറയുന്നുള്ളൂ. ഇത് പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ഇല്ല ബുക്കിൽ, അതുകൊണ്ട് ഇതൊന്നും ചെയ്യാനില്ല, ഡിറൈവ് ചെയ്യാനില്ല. പ്രോപ്പർ ഡെറിവേഷൻ ഇല്ല ടെക്സ്റ്റ് ബുക്കിൽ. ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം, ഫോർമുല അറിയണം, ഡെഫിനിഷൻ അറിയണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കുറേ ചാർജസ് ഉണ്ട്. Q1, Q2, Q3, Q4, അങ്ങനെ കുറേ ചാർജസ് ഉണ്ട്. 2 or more charges. I have 2 or more charges എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനീഷ്യലി ഇവരെല്ലാവരും ഇൻഫിനിറ്റിയിലായിരുന്നു. ഇനീഷ്യലി എല്ലാവരും എവിടെയായിരുന്നു? പല പല സ്ഥലങ്ങളിലായിരുന്നു, ഇൻഫിനിറ്റിയിലായിരുന്നു. ഇവരെ നമുക്ക് ഇതേപോലെ അസംബിൾ ചെയ്തെടുക്കണം. എനിക്ക് 2 or more ചാർജസ് കേട്ടോ, 2 or more ചാർജസ് ആർ ദർ. ഇവരെല്ലാവരെയും കൂടി എനിക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം. ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസുകളൊക്കെ നമുക്കറിയാം. Q1നും Q2നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സേ R12 നമ്മൾ അങ്ങനെ ഡിനോട്ട് ചെയ്യാണ്. Q2നും Q3ക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ R23 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. Q1നും Q3ക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് R13 എന്ന് എഴുതുന്നു. ചിലപ്പോൾ 4 ചാർജോ 5 ചാർജോ എത്ര ചാർജ് വേണമെങ്കിലും വരാം. ഇവരെ ഇങ്ങനെ അസംബിൾ ചെയ്തെടുക്കാൻ ഞാൻ കുറേ വർക്ക് ചെയ്യാനുണ്ട്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്? ഞാൻ ഇവിടെ എഴുതട്ടെ, സെൻറ്റൻസിൽ എഴുതട്ടെ കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ഒരു മിനിറ്റ് ഇവിടെ എഴുതട്ടെ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഡെഫിനിഷൻ ഞാൻ ചുരുക്കി എഴുതാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് ഈസ് ദ വർക്ക് ഡൺ. അതെന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ടു അസംബിൾ ദ ചാർജസ്. ഇനീഷ്യലി അടുത്ത സെൻറ്റൻസ് ആക്കി എഴുതട്ടെ കേട്ടോ. ഇനീഷ്യലി ദ ചാർജസ് were at infinity. തുടക്കത്തിൽ ചാർജ് എവിടെയായിരുന്നു? തുടക്കത്തിൽ അങ്ങനെ ഒരു അസംഷൻ എടുക്കുക. തുടക്കത്തിൽ Q1നും Q2നും Q3നും പല പല സ്ഥലങ്ങളിലായിരുന്നു, ഇൻഫിനിറ്റിയിലായിരുന്നു. ആ ഇൻഫിനിറ്റിയിലുണ്ടായിരുന്ന ആൾക്കാരെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താണ്? ഇങ്ങനെ അസംബിൾ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ Q1നെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് Q2നെ കൊണ്ടുവരാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം Q1ൻ്റെ റിപ്പൾസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് വേണം എനിക്ക് Q2നെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ. ഇനി അതിന് ശേഷം Q3നെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ അതിനും വർക്ക് ഉണ്ട്. കാരണം Q1ൻ്റെയും Q2ൻ്റെയും 2 പേര് റിപ്പൾസീവ് ഫോഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് വേണം Q3നെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ. അപ്പോൾ മൂന്നോ അതിൽ കൂടുതലോ ചാർജസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റുകളിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യാനായിട്ട് ഞാൻ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് വേണം അവിടെ കൊണ്ടുവന്ന് വെക്കാൻ. അപ്പോൾ ഞാൻ ചെയ്ത എല്ലാ വർക്കും ഇവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ആ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? നമ്മൾ ചെയ്ത എല്ലാ വർക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ രൂപത്തിൽ ഈ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. ഈ സിസ്റ്റം ഓഫ് ചാർജസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി, അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. ആ എനർജി കിട്ടുന്നത് ഞാൻ കുറേ വർക്കുകൾ ചെയ്തിട്ടാണ് ഇവരിങ്ങനെ ഞാൻ അസംബിൾ ചെയ്തെടുത്തത്. ആ ചെയ്ത വർക്കാണ് ഈ സിസ്റ്റത്തിൽ എനർജിയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഫോർമുല പറഞ്ഞിരിക്കുക. ഡെഫിനിഷൻ മനസ്സിലായി? ഡെഫിനിഷൻ അറിയാം, ഫോർമുല അറിയാം. ഇപ്പോൾ 3 ചാർജസ് ആണുള്ളതെങ്കിൽ, ഞാൻ ഫോർമുല ജനറൽ ആയിട്ടുള്ളൊരു ഫോർമുല ഇല്ല, 3 ചാർജ് ആണുള്ളതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ
യു പൊട്ടൻഷ്യൽ അല്ല കേട്ടോ, ഇത് 1 കൂളത്തിൻ്റെ കാര്യമല്ല ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 1 കൂളത്തിന് കൊണ്ടുവന്ന് വെക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേ ചാർജസ് ഇൻഫിനിറ്റിലുണ്ടായിരുന്നത് ഞാൻ അസംബിൾ ചെയ്ത് ഇതേപോലെ ആക്കി മാറ്റാൻ ഞാൻ കുറേ വർക്ക് ചെയ്തു. ഞാൻ ചെയ്ത വർക്ക് അവിടെ എനർജിയുടെ രൂപത്തിൽ സേവ് ആയിരിക്കുകയാണ്. ആ എനർജി ആ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി, അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. യു എന്നാണ് എഴുതുക കേട്ടോ, യു, വി എന്നല്ല എഴുതുക, യു. അപ്പോൾ യു കാണാനുള്ള ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക വിത്തൗട്ട് എനി പ്രൂഫ്. കെ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 1/4πε0 Q1 Q2 ഇതിൽ 2 പേരെ പിടിക്കുക. 2 or more ചാർജസ് അല്ല, ഇതിൽ നിന്ന് ഏതെങ്കിലും 2 ആളെ പിടിക്കുക, പ്രോഡക്റ്റ് എഴുതുക, ഡിവൈഡ് ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എഴുതുക. ഇനി ഇതിനകത്ത് ഉപയോഗിക്കാത്ത വേറൊരു പെയർ എടുക്കുക. Q1 Q2 എന്ന് പറഞ്ഞ പെയർ കഴിഞ്ഞാൽ വേറെ ഏത് പെയറാണുള്ളത്? Q2 Q3 എന്ന് പറഞ്ഞ പെയർ ഉണ്ട്. പ്രോഡക്റ്റ് എടുക്കുക, ഡിവൈഡ് ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എഴുതുക. ഇനി എടുക്കാത്ത വേറെ വല്ല പെയർ ഉണ്ടോ? Q1 Q3 ഡിവൈഡ് ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എഴുതുക. ഇനി ഇതിനകത്ത് Q4 ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനിയും എക്സ്ട്രാ കുറേ ടേമുകൾ വരും കേട്ടോ. പക്ഷേ 4 എണ്ണം വരണമെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, പേടിക്കണ്ട. 4 വരാറില്ല അങ്ങനെ അധികം. അപ്പോൾ Q4 കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ ഇനിയും പെയേഴ്സ് വേറെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ ടേമുകൾ വരും. Q1 Q4 ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, Q2 Q4 ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, Q3 Q4 ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഫോർമുല എഴുതുന്ന രീതിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫോർമുല ബൈ ഹാർട്ടാക്കണേക്കാളും ഭേദം ഫോർമുല എഴുതുന്ന മെത്തേഡാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എക്സിറ്റ് ഇട്ടാൽ മതി. ജനറലി പറയുകയാണെങ്കിൽ ഇനിയും ചാർജസ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റാവുന്ന എല്ലാ പെയർ വൈസ് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് ചാർജസ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം തന്നെ കെ എഴുതാം പുറത്ത്. എന്നിട്ട് ടേക്ക് ദ പെയർ വൈസ് പ്രോഡക്റ്റ്. പെയർ വൈസ് എടുക്കാൻ പറ്റാവുന്ന എല്ലാ പോസിബിൾ പെയേഴ്സിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക. Q1 Q2 Q2 Q3 Q1 Q3 Q4 ഉണ്ടെങ്കിൽ Q1 Q4 അങ്ങനെ. പെയർ വൈസ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് അടുത്ത പെയർ വൈസ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ എഴുതി പോവുക. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് ജൂൾസ്. ജൂൾസ് ആണ് യൂണിറ്റ്. വി അല്ല, യു ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ കേട്ടോ. ചെറിയൊരു കാര്യം. കേസ് 1 വേറൊരു കേസ് ഉണ്ട്, അത് കൂടി പറയാം ഇത് കഴിഞ്ഞിട്ട്. പിന്നീട് കേസ് 1, ഇഫ് നോ എക്സ്റ്റേണൽ ഫീൽഡ്, ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫീൽഡ്, എക്സ്റ്റേണൽ ഫീൽഡ് അതായത് നമ്മൾ അസംബിൾ ചെയ്യുന്ന സ്പേസ് ഉണ്ടല്ലോ, Q1നെയും Q2നെയും Q3നെയും അസംബിൾ ചെയ്യുന്ന റീജിയനിൽ നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ടുള്ള സ്പേസാണ്. അതായത് നമ്മൾ അസംബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് ഇല്ലേ, Q1നെയും Q2നെയും Q3നെയും അസംബിൾ ചെയ്യാൻ അല്ലേ കരുതിയ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരുന്നില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത റീജിയനിൽ വെച്ചിട്ടാണ് ഞാൻ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഇത്രയും വരും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പെയർ വൈസ് പ്രോഡക്റ്റ് ആണ്. Q3 ഇല്ലെങ്കിൽ, Q3 ഇല്ല, Q1 Q2 മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഈ പെയർ എഴുതാൻ പറ്റില്ല. ഓക്കെ, Q3 ഇല്ലെങ്കിൽ Q2 Q3 എന്ന് പറഞ്ഞ പെയർ നമുക്ക് എഴുതാൻ പറ്റില്ല, പ്രോബ്ലം വരും. അപ്പോൾ മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ നോക്കാം. Determine the electrostatic potential energy. Determine the electrostatic potential energy of system consisting of 2 charges, 7 microcoulomb and -2 microcoulomb, with no external field, placed at -900 and 900. വരച്ചു നോക്കാം. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇത് എക്സ് ആക്സിസിലുള്ള 2 പോയിന്റുകളാണത്. അപ്പം എക്സ് ആക്സിസ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, വെറുതെ ബാക്കി ആവശ്യമില്ലാത്ത ആക്സിസ് വരച്ച സമയം കളയണില്ല. ദിസ് ഈസ് എക്സ് ആക്സിസ്. വൈ? ദ പോയിന്റ് ഹാസ് ഓൺലി എക്സ് കോർഡിനേറ്റ്, എക്സ് വാല്യൂ ഓൺലി.
വൈ വാല്യൂ സെഡ് വാല്യൂ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത് എക്സ് ആക്സിസിലുള്ള പോയിൻ്റാണ്. ഇതിൻ്റെ മിഡിൽ പോയിൻറ്റിന് നമ്മൾ ഒറിജിൻ എന്ന് പറയും. 0 -900 എന്ന് പറഞ്ഞാൽ -9 സെൻറ്റിമീറ്റർ പുറകിലാണ് ഇവിടെ. ഇതാണ് -900 എന്ന് പറഞ്ഞ ആൾ പോയിൻ്റ്. അതായത് -9 ഡിസ്റ്റൻസ് 0യിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ പുറകിലോട്ട്. അതാണ് -9 എന്ന് പറയുന്നത്. അവിടെ ഒരു Q1 എന്ന് പറഞ്ഞൊരു ചാർജ് ഇരിപ്പുണ്ട്. അത് എത്രയും 7 മൈക്രോ കൂളമാണ്. അതേപോലെ 9 സെൻറ്റിമീറ്റർ റൈറ്റ് സൈഡിലായിട്ട് വേറൊരു ചാർജ് ഉണ്ട്. +900 ആണല്ലോ. അവിടെ വേറൊരു ചാർജ് ഉണ്ട് Q2. അത് -2 മൈക്രോ കൂളാണെന്നാണ് പറയുന്നത്. 2 ചാർജസേ ഉള്ളൂ, വേറെ ചാർജസ് ഇല്ല. ഈ 2 ചാർജസിനെ അസംബിൾ ചെയ്യാനായിട്ട് ഞാൻ എത്ര വർക്ക് ചെയ്യണം? ഈ 2 ചാർജസ് ഇനീഷ്യലി ഇൻഫിനിറ്റിയിലായിരുന്നു. ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതുപോലെ അസംബിൾ ചെയ്യണം. അതിന് ഞാൻ എത്ര വർക്ക് ചെയ്യണം? ഞാൻ ചെയ്ത വർക്കാണ് ഇത് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് U ഈക്വൽ ടു എന്താണ് ഫോർമുല? K ഇൻറ്റു പെയർ വൈസ് പ്രോഡക്റ്റ് Q1 Q2 എന്ന് പറഞ്ഞ ഒരു പെയർ മാത്രമേ ഉള്ളൂ, ഡിവൈഡ് ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. Q1 Q3 എന്നോ Q2 Q3 എന്നോ പറയാനായിട്ട് ഇവിടെ Q3 ഇല്ലല്ലോ. Q3 ഉണ്ടെങ്കിലല്ലേ എനിക്ക് അടുത്ത പെയർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പെയർ ഇല്ലെങ്കിൽ എഴുതണ്ട. അപ്പോൾ ഇവിടെ പെയർ എന്ന് പറയാനായിട്ട് ആകെ 2 ചാർജേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടേം എഴുതാനുള്ളൂ എനിക്ക്. Q3 ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, Q1 Q2 ബൈ ഡിസ്റ്റൻസ് പ്ലസ് Q2 Q3 ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് Q1 Q3 ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് പറയായിരുന്നു. 2 ചാർജ് ഉള്ളെങ്കിൽ ഇത് എഴുതാനേ ഉള്ളൂ നമുക്ക്. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ നേരെ വാല്യൂ ഇട്ട് കൊടുക്കുക. എനർജി എന്ന് പറയുമ്പോൾ ചാർജിൻ്റെ സൈൻ എല്ലാം എടുക്കേണ്ടി വരും. K എന്ന് പറഞ്ഞാൽ 9 × 10⁻⁹ ആണ്. K എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 9 × 10⁻⁹. Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മൈക്രോ കൂളം. 7 മൈക്രോ കൂളം എന്ന് പറഞ്ഞാൽ 7 × 10⁻⁻⁶. Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 മൈക്രോ കൂളം. -2 × 10⁻⁻⁶ ബൈ R12. R12 എന്ന് പറഞ്ഞാൽ Q1-നും Q2-നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. കണ്ടാൽ അറിയാം, ഡിസ്റ്റൻസ് 18 സെൻറ്റിമീറ്റർ. ഡിസ്റ്റൻസ് എത്ര? 18 സെൻറ്റിമീറ്റർ. മീറ്ററിൽ എഴുതണം. 18 × 10⁻⁻² എന്ന് എഴുതാം. നല്ല ആൻസറേ കിട്ടുള്ളൂ. ഇവിടെ 9 × 2 18 വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി സ്റ്റെപ്പിൽ മുകളിലപ്പോൾ ഒരു 7 ഉണ്ട്. 10ൻ്റെ പവർ ആഡ് ചെയ്യുമ്പോൾ 9 - 6 3 ആണ്. 3 - 6 -3 ആണ്. താഴെ 10⁻². 10ൻ്റെ പവർ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ -3 + 2 -3 + 2 ആയി മാറും. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 7 × 10⁻⁻1 എന്ന് പറഞ്ഞാൽ സൈൻ ഉണ്ടായിരുന്നല്ലേ, ഇവിടുത്തെ സൈൻ ഞാൻ എഴുതാൻ മറന്നുപോയി. ഇവിടെ ഒരു സൈൻ ഉണ്ടായിരുന്നു. -0.7 ജൂൾസ്. ഇതാണ് ആ സിസ്റ്റത്തിലുള്ള എനർജി. -0.7 ജൂൾസ് ആണ് ആൻസർ.